LDF സ്ഥാനാർത്ഥി M. സ്വരാജിന്റെ ഇന്നത്തെ പര്യടനം സ്വന്തം നാട്ടിലൂടെയാണ്, പോത്തുകൽ പഞ്ചായത്തിലൂടെയാണ്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നു. സഖാവേ, സ്വന്തം നാട്ടിലുള്ള പ്രചരണം എങ്ങനെയാണ് ആസ്വദിക്കുന്നത്? ഇവിടെ നിന്ന് ഇന്നത്തെ പര്യടനം ആരംഭിക്കുകയാണ്. ഇത് വെള്ളിമുറ്റത്തിൻ്റെ അങ്ങേപ്പൊളി കുറച്ച് മുകളിലേക്ക് കയറിയ മുരുകാഞ്ഞിരം എന്നൊരു സ്ഥലമുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ടായ മുട്ടിപ്പാലം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ മുട്ടിപ്പാലത്തിൻ്റെ മുകളിലാണ് മലയാങ്കുണ്ട് എന്ന് പറഞ്ഞൊരു സ്ഥലം. അത് ശരിക്കും ഒരു മലയുടെ താഴ്വാരമാണ്. കിഴക്കൻ കർണാട്ടിലെ ശരിയായ ഒരു താഴ്വാരമാണ്, ഒരു കൊച്ചു ഗ്രാമം. അവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പോൾ നമ്മുടെ നാട്ടുകാരനാണ് നയിക്കുന്നത്. ഈ അബ്ദുപ്പാക്ക കാരണം ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ. അപ്പോൾ പഴയ ചുങ്കത്തറ പഞ്ചായത്തിൻ്റെ പ്രദേശങ്ങളായിരുന്നു ഇതെല്ലാം. അവിടെ ഇന്ന് സ്വീകരണം ആരംഭിക്കുന്ന ഈ വെള്ളിമുറ്റമൊക്കെ അന്നത്തെ കാലത്ത് തന്നെ, അന്ന് ഇവിടെ നിങ്ങൾ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ യുവരശ്മി എന്ന് പറഞ്ഞൊരു വായനശാല കാണാൻ പറ്റും. യുവരശ്മി വായനശാലയുടെ കെട്ടിടം പുതിയതായിരിക്കും, പക്ഷെ അന്ന് മുതലേ ആ വായനശാലയും അതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെ ഉള്ള ആളുകളെല്ലാം ഇതിൻ്റെ തൊട്ട് അയൽപ്രദേശത്തുള്ള ഒരാളെന്ന നിലയ്ക്ക് മിക്കവാറും ഇപ്പോൾ ഏറ്റവും പുതിയ തലമുറയിലെ ആളുകളെ ഒരുപക്ഷെ അത്രയ്ക്ക് പരിചയം ഉണ്ടാവില്ല. ബാക്കിയുള്ള ആളുകളുമെല്ലാം പരിചയവും ഹൃദയബന്ധമുള്ളൊരു നാടാണ്. ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് പര്യടനം. കുറച്ചുകൂടി കഴിഞ്ഞാൽ അടുത്ത ഇവിടെ പൂളപ്പാടത്താണോ? ഇവിടെ മുരുകാഞ്ചരമാണ്. മുരുകാഞ്ചരം കഴിഞ്ഞാൽ പാതാറ് കഴിഞ്ഞാൽ പൂളപ്പാടം സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ സ്വന്തം വീട്ടിലേക്ക് വരുന്ന ഒരു പ്രതീതിയാണ് ഈ നാട്ടിലേക്ക് വീണ്ടും വരുന്നൊരു സമയത്ത്. ആ ഒരു സന്തോഷവും ആഹ്ലാദവും എല്ലാം തീർച്ചയായും ഉണ്ട്. മുമ്പ് നമ്മൾ പാതാറിൽ ഉരുൾപൊട്ടിയ സമയത്താണ് നമ്മൾ അന്ന് കണ്ടിരുന്നത്. അന്ന് അവിടെ സജീവമായിട്ട് പല മേഖലകളും നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ കവളപ്പാറയിലെ ദുരിത മേഖലകളെ പുനരുജ്ജീവിപ്പിക്കാൻ സർക്കാർ വലിയ തോതിൽ പ്രവർത്തനം നടത്തിയെന്ന് സർക്കാർ അവകാശപ്പെടുന്നുണ്ട്. അൻവറും അത് അവകാശപ്പെടുന്നുണ്ട്. ഇത് രണ്ടും എങ്ങനെ കാണും? അല്ല, അത് സത്യമാണ്. ഇപ്പം സത്യം ഒരാൾ പറഞ്ഞാൽ അത് പറയുന്ന ആളോട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നുകൊണ്ട് സത്യമല്ലാതാവില്ല. ഇപ്പോൾ കവളപ്പാറയിലെ ദുരന്ത പ്രദേശത്ത് വലിയ മഹാദുരന്തമായിരുന്നല്ലോ. ഒരുപാട് പേരുടെ മൃതശരീരം പോലും തിരിച്ചു കിട്ടിയിട്ടില്ല. അവിടെ ആ മരണപ്പെട്ടവരിൽ, അന്ന് ദുരന്തത്തിൽ മരണപ്പെട്ടവരിൽ പലരും വളരെ അടുത്ത ഹൃദയബന്ധമുള്ളവരാണ്. ഞാൻ സെക്രട്ടറി ആയിരുന്ന സമയത്ത്, അവിടെ പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന സമയത്ത് ആ ലോക്കൽ കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നവർ, പ്രത്യേകിച്ച് ശ്രീധരൻ, അതുപോലെ തന്നെ സുകുമാരൻ, ഇവരൊക്കെ അന്ന് ആ ദുരന്തത്തിൽ കൊല്ലപ്പെട്ട മനുഷ്യരാണ്. അപ്പോൾ അങ്ങനെ വ്യക്തിബന്ധമുള്ള ആളുകളുടെ കൂടി ഒരു ദുരന്തമായിരുന്നു അത്. അതിനുശേഷം അതിൻ്റെ പുനരുജ്ജീവനത്തിന് സർക്കാർ കാര്യമായ പരിശ്രമങ്ങൾ നടത്തി. ഇപ്പോൾ ആ ഭൂമി തരംതിരിച്ച് അവിടെ കൃഷി ചെയ്യാനും മറ്റും, നിയന്ത്രിത കൃഷി ചെയ്യാനും മറ്റും കൊടുക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അത് സ്വാഭാവികമായും ഏത് ദുരന്ത പ്രദേശങ്ങളോടും സർക്കാർ സ്വീകരിക്കുന്ന അതിൻ്റെ പുനരുജ്ജീവനത്തിന് വേണ്ടിയുള്ള സർക്കാർ നയത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അത് സർക്കാർ അതിന് മുൻകൈ എടുത്തു എന്നത് നല്ല കാര്യമാണ്. അത് പൊതുവിൽ എല്ലാവരും അംഗീകരിക്കേണ്ടതാണ്. അതിൽ ആർക്കും തർക്കം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് മാതൃകയാക്കി വയനാട്ടിലും പുനരധിവാസം വേണം. അതായത് ഇപ്പോൾ തുടങ്ങില്ല, റെക്കോർഡ് വേഗതയിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ അത്ര വേഗത്തിൽ, ദുരന്തം കഴിഞ്ഞതിന് ശേഷം അത്ര വേഗത്തിൽ പുനരധിവാസ നടപടികളിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോൾ ടൗൺഷിപ്പ് നിർമ്മാണം ആരംഭിച്ചു. ഹൈക്കോടതിയിലും പിന്നീട് സുപ്രീം കോടതിയിലും അത് തടസ്സപ്പെടുത്തുന്ന തരത്തിൽ ചില നിയമ നടപടികൾ വന്നെങ്കിലും നീതിപീഠങ്ങൾ അക്കാര്യത്തിൽ പുനരധിവാസത്തിന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചതോടെ നിർമ്മാണം തന്നെ തുടങ്ങാൻ സാധിച്ചു. അതും കേരളത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന്, കേരളത്തിൻ്റെ സംഘടിതമായ ആ ഐക്യത്തിന് ഒക്കെ മാതൃകയായിട്ട് നമുക്ക് പറയാവുന്നതാണ്. നാടാകെ ഒരുമിച്ച് നിന്ന് അതിന് ഗവൺമെൻറ് നേതൃത്വം കൊടുത്ത് ഒരു തകർന്നുപോയ നാടിനെ പുനരുജ്ജീവിപ്പിച്ചെടുക്കുകയാണ്. അത് വളരെ പ്രതീക്ഷ നൽകുന്നതാണ്, ആത്മവിശ്വാസം നൽകുന്നതാണ്. മലയാളിയുടെ ഒരു അതിജീവന ശേഷിയാണ് സത്യത്തിൽ ഇതിലെല്ലാം പ്രകടമാകും. UDF കൺവെൻഷനിൽ പാണക്കാട് തങ്ങന്മാർ പങ്കെടുത്തില്ല എന്നുള്ളൊരു വലിയൊരു ചർച്ച നടക്കുന്നുണ്ട്. ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഞാൻ വാർത്ത കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്കതിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല. അവരുടെ കൺവെൻഷനിൽ ആരെങ്കിലും പങ്കെടുക്കുന്നോ പങ്കെടുക്കാതിരിക്കുന്നോ സത്യത്തിൽ നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞാൻ അത്തരം കാര്യങ്ങളിലൊന്നും അഭിപ്രായം പറയുന്നില്ല. അവരും നമ്മളും മത്സരരംഗത്ത് നിൽക്കുകയാണല്ലോ. അത് ഞാനെന്ത് പറയാനാണ്? ചതുഷ്കോണ മത്സരമല്ലേ നിലമ്പൂരിൽ? എന്താണ് സാധ്യത? ചതുഷ്കോണമോ പഞ്ചകോണമോ ഷഡ്കോണമോ എന്ത് വേണമെങ്കിലും ആവട്ടെ, ജനാധിപത്യത്തിൽ നമുക്ക് ആരോടും മത്സരിക്കേണ്ടെന്ന് പറയാൻ പറ്റില്ല. എല്ലാവർക്കും മത്സരിക്കാൻ അവകാശമുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ സ്ഥാനാർത്ഥികൾ കൂടുന്നത്, ഒരുപാട് പേർ മത്സരരംഗത്തേക്ക് വരുന്നത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുകയാണ്. എല്ലാവരും മത്സരിക്കട്ടെ, ജനങ്ങൾ അതെല്ലാം കണ്ട് മനസ്സിലാക്കി അവരവർക്ക് ശരിയെന്ന് തോന്നുന്ന നിലപാട്, ആശയങ്ങളുടെ ഭാഗമായി വോട്ട് രേഖപ്പെടുത്തട്ടെ. നല്ല കാര്യം, എല്ലാവരും മത്സരിക്കും. ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യും. സ്ഥാനാർത്ഥികളുടെ എണ്ണം കൂടുന്നത് ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുന്നു പറഞ്ഞാൽ എണ്ണം കുറഞ്ഞാൽ ഇടതുപക്ഷത്തിന് ദോഷം എന്നല്ലേ? സ്ഥാനാർത്ഥികളുടെ എണ്ണം നോക്കിയിട്ടേ അല്ല, കൂടിയാലും കുറഞ്ഞാലും നാടിൻ്റെ നന്മ, വളർച്ച, പുരോഗതി, സമാധാനം ആഗ്രഹിക്കുന്നവർ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യും. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. വികസനമാണ് നമ്മുടെ മുഖ്യമായിട്ടുള്ള പ്രചരണ വിഷയം അല്ലേ? തീർച്ചയായിട്ടും കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാട് തന്നെ അതാണ്. ഞാനതിവിടെ സംസാരിച്ചപ്പോഴും പറഞ്ഞത്. ഇപ്പോൾ ഈ നാട്ടിൽ വന്ന മാറ്റം, എത്ര വലിയ മാറ്റങ്ങൾ വന്നു. പവർ കട്ട് ഇല്ലാതെയായി, സ്കൂളുകളെല്ലാം മെച്ചപ്പെട്ടു, ആശുപത്രികൾ മെച്ചപ്പെട്ടു, മലയോര ഹൈവേ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, പോത്തുകല്ല് പഞ്ചായത്തിലൂടെയാണ് മലയോര ഹൈവേ കുറച്ച് ഭാഗം പോകുന്നത്. ഇതെല്ലാം മാറ്റങ്ങളാണ്.
ഇതൊക്കെ ഇനിയും നന്നായി വരണം, ഇനിയും ശക്തിപ്പെടണം എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുക. രാഷ്ട്രീയമൊക്കെ പലതുണ്ടാവും, പക്ഷെ നാട് നശിക്കണം എന്ന് ആരും ആഗ്രഹിക്കില്ല. ഒന്നാമത്തിൽ ഒരു വിജയം പ്രതീക്ഷിക്കാം അല്ലേ? പാർട്ടി ചിഹ്നത്തിൽ ജയിച്ചിട്ടുള്ള മണ്ഡലമാണല്ലോ ഇത്. നിലമ്പൂർ ആദ്യം ജയിക്കുന്ന പാർട്ടി ചിഹ്നത്തിലാണ്, പിന്നെ സ്വതന്ത്ര ചിഹ്നത്തിലും ജയിച്ചു. രണ്ടുമുണ്ട്. അതാണ് ഇത്തവണയും തീർച്ചയായും ഇടതുപക്ഷത്തെ ജനങ്ങൾ അംഗീകരിക്കും, വിജയിപ്പിക്കുമെന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. വികസനം പറഞ്ഞ് വോട്ട് തേടുകയാണ് എം സ്വരാജ്. സ്വന്തം നാട്ടിലാണ് ഇന്ന് പര്യടനം. തനിക്ക് അറിയാവുന്ന മേഖലകൾ, തനിക്ക് അറിയാവുന്ന ആളുകൾ, അതുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രചരണത്തിന് അത്രയും പ്രാധാന്യമുണ്ടെന്നും സ്വരാജ് പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങളിലേക്ക്, രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് കടക്കാതെയുമാണ് അദ്ദേഹത്തിൻ്റെ പ്രചരണം. രജിത് കോങ്ങാടിനൊപ്പം CV അനുമോദ്, ന്യൂസ് 18.